നമ്മുടെ വിശ്വാസത്തിൻ്റെ ജീവിതയാത്രയിൽ നമ്മൾ ഓടി മാറേണ്ടതും സൂക്ഷിച്ചൊഴിയേണ്ടതുമായ ചില മേഖലകൾ ഉണ്ട്. ദൈവ പദ്ധതികൾക്കകത്ത് നമ്മൾ സുഗമമായി യാത്ര ചെയ്യാതിരിക്കാനായി ഒരുങ്ങി വരുന്ന ചില വാരിക്കുഴികൾ അല്ലെങ്കിൽ പാപത്തിൻ്റെ ചതിക്കുഴികളെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായത്തോടു കൂടി ആത്മദൃഷ്ടിയിൽ കണ്ട് ഒഴിഞ്ഞു മാറുന്നില്ലെങ്കിൽ നമ്മൾ വില കൊടുക്കേണ്ടതായിട്ട് വരും. ചിലപ്പോൾ സമയനഷ്ടം ഉണ്ടാകും, ചിലപ്പോൾ കണ്ണുനീരൊഴുക്കേണ്ടതായിട്ട് വരും, ചിലപ്പോൾ വേദനപ്പെടേണ്ടതായിട്ട് വരും. ഞാൻ ഈ കാര്യം പറയുന്നത് ആരെയും വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ പ്രയാസമുണ്ടാക്കാനായിട്ടോ അല്ല. പക്ഷെ നമ്മൾ വളരെ ഗൗരവമായി കാണേണ്ടുന്ന ഒരു കാര്യം ഇന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പാപത്തെക്കുറിച്ചുള്ള കുറച്ച് സന്ദേശങ്ങൾ ഞാൻ ചെയ്തിരുന്നല്ലോ. ഒരുപാട് പ്രിയപ്പെട്ടവർക്ക് അത് അനുഗ്രഹമായി തീർന്നുവെന്ന് അറിയുന്നു. അന്ന് ഞാൻ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു വിട്ടെങ്കിലും വീണ്ടും ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ദൈവവചന ധ്യാനത്തിങ്കിൽ എനിക്കൊരു പ്രത്യേക ഭാരം ഹൃദയത്തിൻ്റെ അകത്ത് തന്നതുകൊണ്ട് വീണ്ടും ഈ വിഷയം വളച്ചുകെട്ടലുകളില്ലാതെ നിങ്ങളുമായിട്ട് പങ്കിടുവാനായിട്ട് കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ നമ്മളെക്കുറിച്ച് ഓരോരുത്തരെക്കുറിച്ചും ദൈവം വിഭാവനം ചെയ്തിരിക്കുന്ന പദ്ധതികൾ ഒരു മനുഷ്യ ഹൃദയത്തിനും സങ്കല്പിക്കുവാൻ കഴിയുന്നതിന് അപ്പുറമാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്നെ ആരും അറിയുന്നില്ലല്ലോ, ഞാനൊരു മുറിയിൽ തനിച്ചിരിക്കുന്നല്ലോ, അത്ര വലിയ കഴിവുകളൊന്നും എനിക്കില്ലല്ലോ. അങ്ങനെ ഒന്നും നമ്മൾ ചിന്തിക്കരുത്. കാരണം ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ അതിശ്രേഷ്ഠമാണ്. അത് ദൈവം തൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് പലപ്പോഴും ഒളിപ്പിച്ചു വെക്കുകയും, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ ദർശനങ്ങളിലൂടെ, ആലോചനകളിലൂടെ, ദൈവിക ശബ്ദങ്ങളിലൂടെ അതിൻ്റെ ഒരു ഭാഗം മാത്രം നമുക്ക് വെളിപ്പെടുത്തി തരികയും ചെയ്യും. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം വിശ്വസിക്കുകയാണ്, ദൈവം വിളിച്ചിട്ടുള്ള എല്ലാ വ്യക്തികളെയും, ഓരോ വ്യക്തികളെക്കുറിച്ചും ദൈവത്തിന് വ്യക്തമായ ഉദ്ദേശവും പദ്ധതിയുമുണ്ട്. പക്ഷേ ഈ പദ്ധതികളിൽ അതിൻ്റെ പൂർണ്ണതയിൽ നമ്മൾ എത്താതെ വേണം, അല്ലെങ്കിൽ നമ്മുടെ സുഗമമായ യാത്രകളിൽ നമ്മളെ തെറ്റിച്ച് കളയുവാനുള്ള ചില മേഖലകൾ ചില സന്ദർഭങ്ങളിൽ ഉയർന്നു വരും. അതിനെ ബോധപൂർവം തിരിച്ചറിഞ്ഞ്, സ്വയം തിരിച്ചറിഞ്ഞ് ഓടി മാറാൻ തയ്യാറായാൽ നമ്മുടെ മുൻപിൽ പാപം വെച്ച് നീട്ടുന്ന പല മനോഹരമായ അവസരങ്ങളും ഒരുപാട് ഓഫറുകളും ശരിയല്ലെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് മുൻപോട്ട് പോയാൽ നമ്മൾ വളരെ വേഗം എത്തേണ്ട സ്ഥലങ്ങളിൽ നമ്മൾ എത്തപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഈ ഒരു കാര്യത്തെക്കുറിച്ചാണ്. ഉൽപ്പത്തി പുസ്തകം 39 അധ്യായത്തിൽ യോസഫിന്റെ ജീവിതത്തിൽ സംഭവിച്ചൊരു കാര്യത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അത് പൊത്തിഫറിന്റെ വീട്ടിൽ സംഭവിച്ചൊരു കാര്യമാണ്. ആ ഒരു കാര്യം വളരെ കുറഞ്ഞ വാക്യത്തിലാണ് ആ സംഭവിച്ച ആ ഒരു ദുരനുഭവം രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിലും അതീവ ഗൗരവമായിട്ടുള്ള കാര്യമാണ്. 39 അധ്യായവും 38 അധ്യായവും ചേർത്ത് പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം 38 അധ്യായത്തിൽ സമാനമായ ഒരു സംഭവം നടന്നിട്ടുണ്ട്. ഉൽപ്പത്തി 38 അത് മറ്റാരുമല്ല, ഈ യോസഫിന്റെ തന്നെ കുടുംബത്തിൽപ്പെട്ട യഹൂദയുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യമാണ്. എന്തിനാണ് പരിശുദ്ധാത്മാവ് 2 അധ്യായങ്ങൾ അപ്പുറവും ഇപ്പുറവും ഒന്നിച്ചെഴുതിയിട്ടിരിക്കുന്നതെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് ഈ സന്ദേശം കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്കതിൻ്റെ ഗൗരവാവസ്ഥ മനസ്സിലാകും. ആരാണ് യോസഫ് എന്നോ യോസഫിന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ എന്താണെന്നോ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് നന്നായിട്ടറിയാം. എങ്കിലും ചില കാര്യങ്ങൾ പറയാതെ നിർവാഹമില്ല. യോസഫിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികൾ അതിശ്രേഷ്ഠമായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു വലിയ ദൈവ പദ്ധതിക്കകത്തെ ഒരു പ്രധാനപ്പെട്ട കണ്ണി തന്നെയായിരുന്നു യോസഫ്. നമുക്കറിയാം, അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരത്തോളം സേവിക്കും, അതിനുശേഷം വലിയ സമ്പത്തോടുകൂടി അവർ ഇവിടേക്ക് മടങ്ങി വരും എന്നുള്ള ദൈവത്തിന്റെ ആ ഒരു പദ്ധതി, ദീർഘദർശിയായ ദൈവം, ആ ദൈവം ഒരു കാര്യത്തിന്റെ ആരംഭത്തിങ്കൽ തന്നെ അതിന്റെ അവസാനത്തെ കാണുന്ന ദൈവത്തിന് സകലതും അറിയാവുന്നത് കൊണ്ട് യോസഫിനെ ആയിരുന്നു ദൈവം ആ പദ്ധതികൾ നിവർത്തിക്കപ്പെടുവാനായിട്ട് തെരഞ്ഞെടുത്തത്. എന്തുകൊണ്ട് തെരഞ്ഞെടുത്തു എന്നുള്ളതിന് ഉത്തരവൊന്നും ഇല്ലെങ്കിലും ചില കാര്യങ്ങൾ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, പൊത്തിഫറിന്റെ വീട്ടിൽ പോലും വിശ്വസ്തത കാത്തു പരിപാലിക്കുമെന്ന് ദൈവത്തിന്
മനസ്സിലായതുകൊണ്ടായിരിക്കാം ദൈവം യോസഫിനെ തെരഞ്ഞെടുത്തത്. ദൈവം തനിക്ക് ദർശനങ്ങൾ നൽകി, പ്രത്യേക കൃപകൾ ഒക്കെ ദൈവം തനിക്ക് നൽകിയെങ്കിലും ഉൽപ്പത്തി 39 അധ്യായത്തിലേക്ക് വരുമ്പോൾ പൊത്തിഫറിന്റെ വീട്ടിൽ എല്ലാ സുഖസമൃദ്ധിയിലും ആ ഭവനത്തിലെ സകല അധികാരങ്ങളും തൻ്റെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടപ്പോഴും അവിടെ തൻ്റെ വിശ്വസ്തത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിന്ന വ്യക്തിയാണ് യോസഫ്. പക്ഷെ നമ്മൾ ചിന്തിക്കണം, 8 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വരുമ്പോൾ യോസഫിന്റെ മേൽ പൊത്തിഫറിന്റെ ഭാര്യയുടെ കണ്ണു പതിഞ്ഞു എന്നുള്ളതാണ്. ഞാൻ അതിനെക്കുറിച്ച് ഒരുപാട് വിവരിക്കുന്നില്ല, വേഗത്തിൽ ഞാൻ മുൻപോട്ട് പോകാം. കണ്ണു പതിഞ്ഞു എന്ന് മാത്രമല്ല, കോമളരൂപിയായിരുന്നത് കൊണ്ട് 10-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് തന്നോടുകൂടെ ശയിക്കുവാൻ ദിനംപ്രതി അവൾ അവനെ നിർബന്ധിച്ചു എന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. ദിനംപ്രതി 10-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ദിനംപ്രതി അവൾ അവനെ നിർബന്ധിച്ചു എന്നുള്ളതാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം അവിടെ വന്നത് എന്ന്? ഇതാണ് ഞാൻ പറഞ്ഞത്. 39-ാം അധ്യായവും 38-ാം അധ്യായവും ചേർത്ത് പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. യോസഫിന്റെ ജീവിതത്തിൽ മാത്രമല്ല, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം, ഞാനും നിങ്ങളും വിശ്വാസത്തിന്റെ ആ ഒരു യാത്ര നടത്തുമ്പോൾ, മുൻപോട്ട് പോകുമ്പോൾ ഒരുപാട് അവസരങ്ങൾ മുൻപിലേക്ക് വെച്ച് നമ്മൾ പോയില്ലെങ്കിലും നമ്മളെ വിളിക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ മുൻപിലേക്ക് ചോദിക്കാതെ തന്നെ പല ഓഫറുകൾ വെച്ച് നീട്ടിക്കൊണ്ട് വരുമ്പോൾ എല്ലാം ദൈവികമല്ല. ചിലത് പാപത്തിന്റെ ചതിക്കുഴികളാണ്, വാരിക്കുഴികളാണ്. അതിൻ്റെ അകത്ത് ഒരിക്കൽ പെട്ടുപോയാൽ അതിൻ്റെ വില ജീവിതത്തിൻ്റെ അകത്ത് കൊയ്തെടുത്ത് ദുരന്തങ്ങളിലേക്കും ദുഃഖങ്ങളിലേക്കും പോകും. ഞാനത് വഴിയെ പറഞ്ഞ് നിങ്ങൾക്ക് തെളിയിച്ചു തരാം. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് തിമത്തിയോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിൽ ഒരു പദമുണ്ട്, യൗവന മോഹങ്ങളെ വിട്ട് ഓടുക. അപ്പൊ നമ്മള് ഓടിപ്പോകേണ്ടുന്ന ചില മേഖലയുണ്ട്. ചില മേഖലകളിൽ നമ്മൾ ഓടിപ്പോകണം, അവിടെ നിൽക്കുക പോലും ചെയ്യാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. ദിനംപ്രതി നിർബന്ധിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. പാപത്തിന്റെ പല പ്രലോഭനങ്ങളും പാപത്തിന്റെ ഈ പറയുന്ന വശീകരണതയും 1-2 ദിവസങ്ങൾ കൊണ്ട് തീരുന്നതല്ല. ചിലതെല്ലാം ഒരു കാലഘട്ടങ്ങൾ മുഴുവനും ജീവിതത്തെ വേട്ടയാടാൻ സാധ്യതയുള്ളതാണ്. ദൈവത്തിന്റെ ആത്മാവിന്റെ കൃപയാൽ മാത്രമേ, വചനം ഹൃദയത്തിന്റെ അകത്തുള്ളവന് മാത്രമേ ഇതിനെ ജയിച്ച് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. ദിനംപ്രതി നിർബന്ധിച്ചിരുന്നു എന്നാണ്. ആരും അറിയത്തില്ല. ഞാൻ പറയട്ടെ, നമ്മുടെ സ്വകാര്യ ജീവിത മേഖലകളിലെ വിശുദ്ധി ചില സമയങ്ങളിൽ നമ്മൾ ഉയർത്തിപ്പിടിക്കണം. ഇനി ഞാൻ പറയാം, അദ്ദേഹം അവിടെ വീണു പോയിരുന്നെങ്കിൽ സംഭവിക്കുവാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയാം. ഇതിന് തൊട്ട് മുൻപിലുള്ള അധ്യായം 38-ാം അധ്യായം തുടങ്ങുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, അക്കാലത്ത് യഹൂദ തൻ്റെ സഹോദരന്മാരെ വിട്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്. ആ കാലത്ത്, ഏത് കാലത്താണ്? 37-ാം അധ്യായത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ വാക്യം എഴുതിയിരിക്കുന്നത്, യോസഫിനെ പൊത്തിഫറിന്റെ വീട്ടിലേക്ക് വിറ്റു. ആ കാലത്ത് എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ എന്താ പറയുന്നത്, സകല സാഹചര്യങ്ങളിലും എല്ലാ അവസരങ്ങളും മുൻപിൽ നിൽക്കുമ്പോൾ വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഒരു സഹോദരൻ എന്താ പറയുന്നത്, ഒരാള് അവസരമില്ലാത്തപ്പോൾ അവസരം തേടി നടക്കുന്ന ഒരുവനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. മനസ്സിലാക്കുക, അവസരമില്ലാതെ ഇരിക്കുമ്പോൾ അവസരം ഉണ്ടാക്കാൻ നോക്കുക, ഇല്ലേ? ഞാൻ പറയട്ടെ, പാപത്തിന് വേണ്ടിയുള്ള അവസരങ്ങളെ നമ്മൾ ആരും ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. സംഭവിച്ചത് എന്താണ്? സഹോദരന്മാരെ വിട്ട് ഒരു കനാന്യ സ്ത്രീയെ, ഒരു കനാനി പെൺകുട്ടിയെ ഭാര്യയായിട്ട് എടുക്കുകയാണ്. യഹൂദയും യഹൂദ ഗോത്രവും അവരുടെ മേലുള്ള വിളിയും ഞാൻ നിങ്ങളോട് പറയണ്ട, ഇല്ലേ? അത്ര ശ്രേഷ്ഠകരമായ വിളിയുള്ള ഒരു ഗോത്രമാണ് യഹൂദ ഗോത്രം. പക്ഷെ സംഭവിച്ചത് എന്താണെന്നറിയാമോ? പോയി ഒരു കനാന്യ സ്ത്രീ എടുക്കുന്നു. 3 തലമുറകൾ അതിൻ്റെ അകത്തുണ്ടാകുന്നു. അങ്ങനെ തുടങ്ങിയ 3 തലമുറകൾ ആ കുടുംബത്തിന്റെ അകത്ത് ഉണ്ടാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് പറ്റും. പക്ഷേ ഈ വളർന്നു കഴിഞ്ഞപ്പോൾ, വിവാഹപ്രായമായപ്പോൾ, താമാർ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ ഏറിന് ഭാര്യയായിട്ട് കൊടുക്കുന്നു. പക്ഷെ യഹോവയ്ക്ക് അനിഷ്ടനായതുകൊണ്ട് യഹോവ അവനെ കൊന്നുകളഞ്ഞു. അപ്പം എനിക്ക് അതിൻ്റെ അകത്തുനിന്ന് വന്നൊരു ചിന്ത ഞാൻ നിങ്ങളോട് പറയാം. ദൈവത്തിന് ഈ കാര്യം ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ ഏറിന്റെ വിവാഹ സമയം വരെ ദൈവികനായത് വെളിപ്പെട്ടില്ല. ചിലർ ചോദിക്കും, അനുസരണക്കേട് കാണിക്കുമ്പോൾ ഉടനെ അടി കിട്ടുന്നില്ല.
ദൈവം വിട്ടുകളഞ്ഞു എന്നാണ്? ഒരിക്കലുമല്ല. ദൈവത്തിന് എല്ലാത്തിനും അതിന്റെ സമയമുണ്ട്. അവിടെ കൊണ്ട് തീരുന്നില്ല. താമാർ വിധവയായി മാറുന്നു, അടുത്ത ആളെ വിവാഹം കഴിക്കുന്നു, അദ്ദേഹം മരിക്കുന്നു. പിന്നീട് എന്താ പറയുന്നത്? സ്വന്തം അപ്പനാൽ ഗർഭിണിയാകേണ്ടുന്ന വല്ലാത്തൊരവസ്ഥയിലേക്ക് പോയി. ആ 38-ാം അധ്യായം മുഴുവനും കണ്ണുനീരോടും വേദനകളോടും കൂടെ മാത്രമേ നമുക്ക് വായിച്ചു തീർക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. എന്നാൽ 39-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മളൊന്ന് നോക്കിക്കേ. ഒരു ദൈവഭക്തനായ ഒരു ചെറുപ്പക്കാരൻ. ഈ ചെറുപ്പക്കാരൻ എന്താ? ആ ചെറുപ്പക്കാരന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നത് അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി എന്നുള്ളതാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ഇതിന്റെ അകത്തുനിന്ന് ദൈവത്തിന്റെ ആത്മാവ് വചനധ്യാനത്തിങ്കിൽ എന്റെ ഹൃദയത്തിൽ തന്ന കുറച്ച് ചിന്തകൾ ഞാൻ നിങ്ങളോട് വേഗത്തിൽ പങ്കുവെക്കാം. ഒന്ന്, യോസഫ് എന്ന് പറയുന്ന വ്യക്തി ആത്മീക വെളിപ്പാടുകളുടെ ഉടമയായിരുന്നു. കാരണം തന്റെ ബാല്യകാലം മുതൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ അത് ദൈവിക ദർശനങ്ങളിലൂടെ വെളിപ്പെട്ട് കിട്ടുന്ന പ്രത്യേക ആത്മീക അനുഭവത്തിൽ ജീവിച്ചിരുന്ന ഒരാളാണ് യോസഫ്. രണ്ട്, അതിന്റെ അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളും അത് പൊരുൾ തിരിക്കുവാൻ കഴിവുള്ള ആളായിരുന്നു. മൂന്ന്, 39-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, യഹോവ അവനോടുകൂടെ ഉണ്ടായിരുന്നു. അപ്പം ദൈവം കൂടെ ഉണ്ടായിട്ടും ദൈവിക ദർശനങ്ങൾ തനിക്കുണ്ടായിട്ടും യോസഫിന് പുത്തിഫറിന്റെ വീട്ടിൽ സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങൾ ദൈവം വെളിപ്പെടുത്തി കൊടുത്തതായി അവിടെ എഴുതിയിട്ടില്ല. ഇല്ലേ? നമ്മൾ ചിന്തിക്കും, ഇത്രയും ദൈവം ഇടപെടുന്ന വ്യക്തിക്ക് എന്തുകൊണ്ട് ദൈവം അത് വെളിപ്പെടുത്തി കൊടുത്തില്ല? അത് രേഖപ്പെടുത്താത്തതാണോ അല്ലയോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ചില മേഖലകളിൽ സ്വയം തിരിച്ചറിഞ്ഞ് സൂക്ഷിച്ച് ഒഴിഞ്ഞു മാറണം. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ അകത്ത് ദൈവ പദ്ധതികളിൽ നിന്ന് തെറ്റിക്കുവാനായി വീഴ്ത്തിക്കളഞ്ഞ് ആ യാത്രകളെ എന്നേക്കുമായി ഇല്ലായ്മ ചെയ്യുവാനായി പാപം നമ്മുടെ മുൻപിൽ മോഹവലയങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് ആകർഷണീയതകളെ ഒരുക്കിക്കൊണ്ട് നമ്മുടെ മുൻപിൽ കൊണ്ടുവരുന്ന ചില ചതിക്കുഴികളെ നമ്മൾ തിരിച്ചറിഞ്ഞാൽ വേഗത്തിൽ ദൈവ പദ്ധതികളിലേക്ക് നമുക്ക് നടന്നെത്തുവാനായിട്ട് കഴിയും എന്നുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സംഭവമുണ്ട്. യേശു അത്ഭുതം ചെയ്ത് അപ്പത്തെ അവിടെ കൂടിയിരുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് നൽകി കൊടുത്തതിന് ശേഷം ഇവൻ വരുവാനുള്ള പ്രവാചകനാണ്, ഇവൻ ഒരു പ്രവാചകനാണെന്നൊക്കെ പറഞ്ഞ് ജനം പുകഴ്ത്തി കഴിയുമ്പോൾ ആ 6-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്, യേശുവിനെ പിടിച്ച് രാജാവാക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ രാജാവാക്കാൻ ശ്രമിച്ചപ്പോൾ യേശു അവർ വച്ചു നീട്ടിയ ഓഫറുകളെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മലയിലേക്ക് പോയി പിതാവിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ പലപ്പോഴും നമ്മുടെ ശുശ്രൂഷകളിൽ നിന്നും നമ്മളെക്കുറിച്ചുള്ള ദൈവ പദ്ധതികളിൽ നിന്നും തെറ്റിച്ച് കളയുവാനായിട്ട് വരുന്ന ചില മേഖലകളുണ്ട്. ഇതിനെ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. നോക്കിക്കേ, ഒരു വലിയ ജനസമൂഹത്തിന്റെ രാജാവായിട്ടിരിക്കുന്നത് ചെറിയൊരു കാര്യമല്ല. പക്ഷേ പിതാവ് തന്നെ ഏൽപ്പിച്ച ആ ശ്രേഷ്ഠകരമായ ദൗത്യമല്ല രാജാവായിട്ടിരിക്കാൻ ഉള്ളത് എന്ന് മനസ്സിലാക്കിയ യേശു കർത്താവ് ചെയ്ത കാര്യം എന്താണ്? അതിൽ നിന്ന് ഒഴിഞ്ഞുപോയി. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്റെയും നിങ്ങളുടെയും മുൻപിൽ വരുന്ന പല അവസരങ്ങളും മാടി വിളിക്കുന്ന ഇമ്പകരമായ അനുഭവങ്ങൾ, നമ്മുടെ മുൻപിൽ എന്താ പറയുന്നത്, പലതും ഒരുക്കിക്കൊണ്ടുവരുന്ന മേഖലകളെ നമ്മൾ തിരിച്ചറിയുക. യോസഫ് പറയുകയാണ്, ഞാൻ നിന്നോട് ഈ തെറ്റ് ചെയ്തിട്ട് ദൈവത്തോട് ഞാൻ എങ്ങനെ മഹാദോഷം പ്രവർത്തിക്കും? അതുകൊണ്ട് എന്താ സംഭവിച്ചത്? കാരാഗ്രഹത്തിലേക്ക് പോയെങ്കിലും അവസരങ്ങൾ ദൈവം തനിക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരുന്നു. ആ പാനപാത്രവാഹകനും അപ്പപ്രമാണിയും ഒക്കെ അവിടേക്ക് വരാനും പിന്നീട് ഒരു വലിയ ഭറവോന്റെ എന്താ പറയുന്നത്, രണ്ടാമത്തെ ഭറവോൻ എന്നുള്ള നിലയിലേക്ക് ഉയർത്തപ്പെടുവാനുമുള്ള അവസരങ്ങൾ ദൈവം കാലങ്ങളിൽ തന്റെ മുമ്പിൽ വെച്ചു കൊടുക്കുമ്പോൾ, അതെ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, പലതിനോടും നോ പറയുക, ഓടി മാറുക, വീണുരുളുകയല്ല, ഓടി മാറുക. ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കട്ടെ. നമ്മുടെ രഹസ്യ ജീവിതത്തിന്റെ അകത്ത് ഓടി മാറേണ്ടുന്ന പലതിൽ നിന്നും ഓടി മാറുക. ഒരുപാട് ചെറുപ്പക്കാരൊക്കെ ഈ സന്ദേശങ്ങൾ കേൾക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഓടി മാറേണ്ടുന്ന മേഖലകളിൽ ഓടി മാറിയാൽ അതെ, സമയനഷ്ടം ഉണ്ടാകത്തില്ല. പെട്ടെന്ന് ചില കാര്യങ്ങൾ സംഭവിക്കും, ഇല്ലെങ്കിൽ കാലതാമസം ഉണ്ടാകും, വേദനപ്പെടേണ്ടതായിട്ട് വരും. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പാപത്തെ കീഴടക്കിക്കൊണ്ട് ആമേൻ തിരിച്ചറിഞ്ഞ് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ മുൻപോട്ട് പോകാം. ആമേൻ. ഗോഡ് ബ്ലസ് യു.